الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد റമദാനിലെ 25ാമത്തെ രാത്രിക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. ഏറെ അനുഗ്രഹവും ഒട്ടനവധി പാപമോചനങ്ങളും പുറത്തു കൊടുക്കലും വിടുതൽ ചെയ്യലും സ്വർഗം നിർണയിക്കുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്ന അസുലഭ സന്ദർഭങ്ങളാണ് റമദാനിലെ ഈ അവസാന 10 ദിവസം. പ്രാർത്ഥനകൾ കൊണ്ട് ജീവിതത്തെ പൂർത്തീകരിക്കുന്ന വിശ്വാസികൾ പ്രാർത്ഥനകളിൽ മുഴുകുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അൻ തുഅ്മിന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, കിതാബിൽ വിശ്വസിക്കുക, അമ്പിയാക്കളിൽ വിശ്വസിക്കുക. അതിങ്ങനെ പറഞ്ഞ് വന്നിട്ട് നബി വീണ്ടും ആവർത്തിക്കുന്ന ഒരു വാചകമുണ്ട്, വ അൻ തുഅ്മിന ബിൽ ഖദർ, ഖദറിൽ നിനക്ക് വിശ്വാസം ഉണ്ടാകണം. പൊതുവെ വിശ്വാസികൾ എന്നറിയപ്പെടുന്ന ലോകത്തുള്ള എല്ലാ മതവിഭാഗങ്ങളിലും ഉറപ്പ് കുറഞ്ഞ ഒരു വിശ്വാസം ഇതാണ്. എന്നിട്ട് നബി വ അൻ തുഅ്മിന, നീ വിശ്വസിക്കുക തന്നെ വേണം, ബിൽ ഖദർ, ഖദറിൽ, ഖൈരിഹി വ ശർരിഹി. ഖദറിന് 2 വശമാണുള്ളത്. അതിലൊന്ന് അനുകൂലം, മറ്റൊന്ന് പ്രതികൂലം. ഒന്ന് അനുഗ്രഹം, മറ്റൊന്ന് വിഷമകരമായ അവസ്ഥ. അപ്പോൾ സന്തോഷവും സന്താപവും, ജയാപജയം, ഇങ്ങനെ ഏതൊരു കാര്യം മനുഷ്യൻ്റെ അടുത്തോ അതിന് 2 വശമായിരിക്കും അള്ളാഹുവിൻ്റെ ഖദറിൽ നിർണയിക്കപ്പെട്ടത്. ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ മൂസ അലൈഹിസ്സലാം ആദമുമായിട്ടൊരു സംഭാഷണം, ഒരു സംവാദം നടക്കുന്നുണ്ട്. ആ സംവാദം സഹീഹുൽ ബുഖാരിയിലാണ് ആ ഹദീസ് രേഖപ്പെടുത്തിയത്. അപ്പം മൂസ അലൈഹിസ്സലാം ആവലാതി പറഞ്ഞു, നിങ്ങളൊരാളാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വസ്ഥവും സമാധാനവുമായിട്ട് ജീവിക്കാമായിരുന്നു, ഒരല്ലലും അലട്ടിലും ഒന്നും ഉണ്ടാവില്ല, നിങ്ങളല്ലേ അതിന് കാരണക്കാരൻ, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാൻ. അങ്ങനെ ആ ചരിത്രം അതൊക്കെ നിങ്ങൾ വേറെ വായിക്കുക. അപ്പോൾ ആദം തിരിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് ഖദറിന്റെ അധ്യായത്തിൽ ഈ ഹദീസ് ഉദ്ധരിക്കാൻ കാരണം. നിനക്ക് അള്ളാഹുവിൻ്റെ ഖദർ, ഞാൻ സൃഷ്ടിക്കപ്പെടുന്നതിനും 50,000 വർഷം മുൻപ് അള്ളാഹു ഖദർ നിർണയിച്ചു എന്നത് നീ അറിഞ്ഞില്ലേ? അപ്പൊ മൂസ പറഞ്ഞു അതെ. അപ്പൊ അതിനകത്ത് അസാ ആദമു റബ്ബഹു ഫഗവ എന്ന് നീ വായിച്ചില്ലേ? ഖുർആന്റെ ലഫ്ളാണത്. അതെ, പിന്നെ നീ എന്തിനാണ് എന്നെ കുറ്റം പറയുന്നത്? അങ്ങനെ ആദം അലൈഹിസ്സലാം മൂസയുടെ മുൻപിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ നിശ്ചയത്തിൽ ഒരു വശമാണ് ഇപ്പൊ എന്നിൽ മുൻകടന്നത്. ഇനി മറ്റൊരു ഭാഗം എനിക്ക് നന്മയാകാം. ഇത് രണ്ടിലും എന്തുദ്ദേശിച്ചു എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾ കേട്ട ആയത്തിൽ ഖദർനാഹു ഫനിഅമൽ ഖാദിറൂൻ, നമ്മൾ കേട്ടൊരായത്താണ് ഇപ്പോഴും. വളരെ നന്നായി കാര്യങ്ങൾ നിർണയിക്കുന്നവനാണ് അള്ളാഹു. അതങ്ങനെ പറഞ്ഞു വന്നാൽ ഒരുപാട് പറയാനുണ്ട്. അതിനൊരു പ്രധാന കാരണം, വിശ്വാസത്തിൽ ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കാൻ കാരണം, മനുഷ്യൻ നന്മകളാണ് ജീവിതത്തിൽ വരുന്നത്. സന്തോഷമാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അതല്ല വിഷമകരമായ കാര്യങ്ങളാണ് വന്നതെങ്കിൽ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കും.
അത് എന്തിൻ്റെ പേരിൽ ഇങ്ങനെ ഉണ്ടായി എന്നറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിധിയെ പഴിക്കുന്നതാണ് നമുക്ക് കാണാവുന്നത്. നമ്മുടെ തഫ്സീറുൽ ഖുർആനിൽ അലീം അമാനി മൗലവിയുടെ തഫ്സീറിൽ ഒരു പ്രത്യേക വ്യാഖ്യാനക്കുറിപ്പുണ്ട്. അതിൽ 10-40 പേജുണ്ട്. ഖദറിനെ കുറിച്ചാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് എടുത്ത് നന്നായി ആലോചിച്ച് വായിക്കാം. വെറുതെ വായിച്ചാലൊന്നും അത് മനസ്സിലാവില്ല. അപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ റസൂല് ഈ വിഷയത്തിൽ പറഞ്ഞ 2 ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതിലൊന്ന് ഇബ്നു മാജയും അബൂദാവൂദും തുർമുദിയും അഹ്മദ് ബിൻ ഹംബൽ അലൈഹി റഹ്മിയൊക്കെ രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതെല്ലാം സുനനുകളിലും മുസ്നദുകളിലുമാണ് വന്നിട്ടുള്ളത്. സർവാംഗീകൃത ഹദീസുമാണ്. അതിന് വലിയ ന്യൂനതയും ബലക്ഷയവും ഒന്നുമില്ല. ആശയവും വളരെ ഗംഭീരമാണ്. ലാ യറുദ്ദൽ ഖലാ, ഖലാഇനെ തടയുകയില്ല. അള്ളാഹുവിൻ്റെ ഖദറിൽ നമുക്ക് ഈമാനുണ്ട്. അതിന് 2 വശമാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിനെ തടയുകയില്ല. പടച്ചവൻ നിശ്ചയിച്ചതെന്തോ ആ നിശ്ചയം നടക്കും. അത് തടയാൻ ആർക്കും കഴിയില്ല. അങ്ങനെ തടയാൻ കഴിയില്ല എന്ന് എല്ലാ നമസ്കാര ശേഷവും നമ്മൾ എടുത്തു പറയുന്ന ഒരു വാക്കാണ് അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത. ബാക്കി നിങ്ങൾക്ക് ആ മനപ്പാടുണ്ട്. നീ നൽകുന്നത് ഒന്നും തടയൂല, തടഞ്ഞത് ആരും തരുകയില്ല. ഇപ്പൊ ഹസൻ ഇബ്നു അലിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട കുനൂത്തിന്റെ ലഫ്ള് അതും തുർമുദിയിലൊക്കെ രേഖപ്പെടുത്തിയതാണ്. അതിനകത്ത് വഖിനാ ശർറ മാ ഖളൈത് എന്നിട്ട് പറയുന്ന വാക്ക് ഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക്, നീയാണ് വിധിക്കുന്നത്, ആ വിധിക്ക് മുകളിൽ നിന്റെ മേൽ ആരും വിധിക്കുകയില്ല. അതിപ്പോ എല്ലാ അമ്പിയാക്കളും കൂടി ഒരുമിച്ച് ചേർന്നാലും പടച്ചവന്റെ ഒരു തീരുമാനത്തിന് മുകളിൽ ഒരു തീരുമാനം വരില്ല എന്നാണ്. അവന്റെ നിശ്ചയമാണ് നടപ്പാവുക. അപ്പം ഈ ഖലാഇനെ നമുക്ക് തടയാം. നമുക്ക് എന്താണ് വരാനുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഹൈർ ഏതാണ് ഷർറ് ഏതെന്നും അറിയില്ല. അപ്പൊ ഖലാഇലും ഖദറിലുമുള്ള ഇത് രണ്ടും പരസ്പരം ബന്ധമുള്ള 2 പദമാണ്. അതിൽ ഉണ്ടാകുന്ന ഷർറായ കാര്യങ്ങൾ എന്ത്, നമുക്ക് വിഷമമുള്ളത്, അരോചകമായത്, വിമ്മിഷ്ടം നിറഞ്ഞത്, പരാജയമുള്ളത്, കഷ്ടപ്പാടുള്ളത്, അങ്ങനെ പലതും അത് നമുക്കറിഞ്ഞുകൂടാത്തത് കൊണ്ട് അത് നമ്മിൽ പതിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് നമുക്ക് അടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇനി ഈ ഹദീസിൽ പറയുന്നത്. അപ്പൊ അതിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ലാ യറുദ്ദുൽ ഖലാ ഇല്ല സ്വദഖത്തു വലദ്ദുആ. 2 കാര്യം കൊണ്ട് ഈ ഖലാഇനെ തടഞ്ഞു നിർത്താം. ഒന്ന് ധർമ്മമാണ്, സ്വതക്ക. അത് നമ്മൾ ഹൃദയപൂർവം നല്ല നിയ്യത്തിൽ സ്വകാര്യമായി തന്നെ അത് നിർവഹിക്കുക എന്നതാണ് അതിൻ്റെ ഒരു പ്രതിവിധി. 2ാമത്തെ പ്രതിവിധി ദുആ ആണ്. അപ്പൊ ദുആ വെറുതെ വാരി വലിച്ചെന്തെങ്കിലൊക്കെ ഇരുന്ന് പറയലും എണ്ണിപ്പറക്കലൊന്നും അല്ല ദുആ. അത് ഹൃദയം തുറന്ന് മനസ്സുയർന്ന് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ശാന്തഗംഭീരമായി സമർപ്പിക്കലാണ്. അതിലൊരു വളരെ ലളിതമായൊരു ഉദാഹരണമാണ് യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഒറ്റ വാക്ക്. ജീവിതം മുഴുവനും റദ്ദ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലെത്തിയ അദ്ദേഹം എന്ന് പറഞ്ഞാൽ പരന്നു കിടക്കുന്ന ഒരു പാരാവാരം ഈ ലോകത്താരും കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അത്ര ആഴമേറിയ ഒരു പരാജയത്തിൽ ചെന്ന് പെട്ട അദ്ദേഹം ആ പ്രാർത്ഥന മനസ്സിലാക്കാനുണ്ടോ ആ ഹദീസ് ഞാൻ ആയത്ത് പറയുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ മാത്രമേ എനിക്കുള്ളൂ, അള്ളാഹുവേ നീ മാത്രമേ എനിക്കുള്ളൂ. സുബ്ഹാനക, നിന്റെ പ്രത്യേകത നീ പരിശുദ്ധനാണ്, ഒരു കളങ്കവും നിന്നിൽ വരില്ല. പക്ഷേ ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അക്രമം എന്നിലാണുണ്ടായത്. ഈ ഒറ്റ വാക്കിൽ പ്രാർത്ഥന തീരുകയാണ്. അപ്പൊ അള്ളാഹു ആ ദുആ സ്വീകരിച്ചു എന്നാ പിന്നെ പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്ത് ദുആ ഉണ്ടായേ? ഞാൻ ശരിയല്ല എന്ന് എനിക്ക് ബോധ്യം വന്നു എന്ന്. ഇത്രയിലുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹു അതിന് ഉത്തരം നൽകിയെന്നാണ്. ഈ
അംവാസില് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഉണ്ടായ ഒരു വലിയ വ്യാപക രോഗം. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഭരണകർത്താക്കളുടെ കാലഘട്ടത്തിൽ 10-14ഓളം തരത്തിലുള്ള വ്യാപക രോഗങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മുടെ താരീഖിന്റെ കിതാബിലൊക്കെ. ഒരു ഹുത്ബയിൽ ഞാനത് കുറെ അധികം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ ഉണ്ടായ ഒരു ആശങ്ക, മദീനയിൽ ഉമർ അടക്കമുള്ള പ്രമുഖ സഹാബികൾക്കുണ്ടായ ആശങ്ക, ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ എന്ന് അള്ളാഹുവിന്റെ റസൂല് വിശേഷിപ്പിച്ച അബൂ ഉബൈദ അൽ ജറാഹ് റളിയല്ലാഹു അൻഹു അപ്പോൾ സൈന്യങ്ങളോടൊപ്പം അംവാസിലാണുള്ളത്. അപ്പൊ അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നത് മദീനയിലെ ഉമർ അടക്കമുള്ള സഹാബികളുടെ ആഗ്രഹമാണ്. അപ്പൊ അതനുസരിച്ച് ഉമർ ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. അങ്ങനെ അവിടെ രോഗം പടരുന്നതായിട്ട് അറിഞ്ഞു. നിങ്ങൾ ഈ കത്ത് കിട്ടിയാൽ അതേ അവസ്ഥയിൽ തൽക്ഷണം മദീനയിലേക്ക് തിരിക്കണം, നിങ്ങളെ ഈ ഉമ്മത്തിന് ആവശ്യമുണ്ട്. ഇത്രയാണ് പറയുന്നത്. അപ്പൊ ഈ ഹാഫിദ് സുയൂത്തി അലൈഹിർ റഹ്മ ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ ഉമറിന്റെ കത്ത് വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് അതിലേറ്റവും പ്രാധാന്യപൂർവം എടുത്തെഴുതിയത്. ഉമറെ, താങ്കൾ ആഗ്രഹിക്കുന്നത് അഫിറു മിൻ ഖളാഇല്ലാഹി ഇലാ ഖദരില്ലാ, അള്ളാഹുവിന്റെ ഖളായിൽ നിന്ന് അള്ളാഹുവിന്റെ ഖദറിലേക്ക് ഞാൻ ഓടണം എന്നാണോ അവിടുന്ന് അഭീഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നതും എന്നാണ് ചോദിച്ചത്. പക്ഷെ ആ കത്തിന് മറുപടി ഇങ്ങനെ, ആ കത്തിന്റെ വാചകത്തോടു കൂടി മദീനയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മരണവാർത്തയും അറിഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ഖളാഉം ഖദറിൽ നിന്നും എങ്ങും ഓടാനൊന്നും കഴിയില്ല. എല്ലാം അങ്ങനെയാണ്. നമ്മളിപ്പോ ഗീതയുടെ ആകത്തുക രഹസ്യം പറയുന്ന ഒരു 6 വാക്കുകളുണ്ട്. അത് ചെറിയ വാക്കുകളൊക്കെ ആയിട്ട് എഴുതി അച്ചടിച്ചതൊക്കെ വീട്ടിലൊക്കെ തൂക്കാറുണ്ട്. നമുക്കിത് ദീർഘിപ്പിക്കാൻ സമയമില്ല, ഇന്ന് 25-ാം രാവാണ്. അപ്പൊ അതിലെന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ആകത്തുക ഒരു സാരാംശമാണ് കേട്ടോ ഈ പറയണത്. സംഭവിച്ചതെല്ലാം നല്ലതാണ്, ഇനി വരാനിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഖളാഉ ഖദറിൽ കഴിഞ്ഞു പോയ ഈ ജീവിതം മുഴുവനും നല്ലതാണ്, ഇനി വരാനിരിക്കുന്നത് പടച്ചവന്റെ തീരുമാനമാണല്ലോ, നമുക്കറിയില്ലല്ലോ, അത് നല്ലതാണ്. ഇങ്ങനെ ഒരു വിശ്വാസം സ്വീകരിക്കണമെങ്കിൽ അതൊരു വലിയ ദൃഢമായ ഈമാനിന്റെ അംശത്തിൽ നിന്ന് കിട്ടുന്നതാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഖദറിൽ വിശ്വസിക്കണം. ആ ഖദറിലെ ഷർറായ കാര്യങ്ങൾ തടയപ്പെടും. 1 ധർമ്മം കൊണ്ട്, 2 ദുആ കൊണ്ട്. ദുആയുടെ രീതി ഞാൻ പറഞ്ഞു. അബൂദാവൂദും ഇബ്നു മാജയും രേഖപ്പെടുത്തിയ 2ാമത് ഹദീസുണ്ട് ഈ വിഷയത്തിൽ. അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ ഒരു വാക്ക് കൂടുതലുണ്ട്. ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല സ്വദഖത്തു വലാ സിലത്തുർ റഹം. അതിലൊരു വലിയ വലിപ്പമുണ്ട്. അത് ഈ അടുത്ത കാലത്ത് ഈ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്നാണല്ലോ ഇതിനകത്ത് പറയണത്. 1 സദക്കയാണ് ഇവിടെ പറഞ്ഞ 2ാമത്തെ ഹദീസിൽ. അതിനോട് ചേർത്ത് പറഞ്ഞത് കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്നാണ്. അതിനെക്കുറിച്ച് ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരു വലിയ ഗവേഷണം നടക്കുകയുണ്ടായി. ഗവേഷണം നടന്നിട്ട് അതിൻ്റെ ഫലം സമർപ്പിക്കുന്ന ഒരു ചിത്രീകരണം തന്നെ ദൃശ്യമാധ്യമത്തിൽ വന്നിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ കുടുംബ ബന്ധങ്ങൾ ചേർക്കുമ്പോൾ നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതാണ് അദ്ദേഹം അതിനകത്ത് സമർത്ഥിക്കുന്നത്. അതൊരു വലിയ വിഷഗ്രന്മാരുടെ ഒരു ചർച്ചയാണ്. കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നത് അള്ളാഹുവിൻ്റെ ദൈവവിധിയുടെ ദോഷത്തെ തടയാൻ കഴിയുകയും ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് കണ്ടെത്തിയത്. ഞാനത് അത്രയും ഇനി വിവരിക്കുകയല്ല. അപ്പം നമ്മുടെ ഈ ഇഅ്തികാഫിലും അല്ലാത്തപ്പോഴുള്ള പ്രാർത്ഥന ഒരുപാട് വാരി വലിച്ചൊന്നും അല്ല പറയേണ്ടത്. അത് അതിൻ്റെ സത്ത ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച് നൊമ്പരപ്പെടുന്ന മനസ്സോടെ അള്ളാഹുവിനോട് ആവശ്യപ്പെടലാണ് എന്ത് കാര്യവും. ഖളാഉം ഖദറിനെയും തടയാനൊന്നും നമുക്ക് കഴിയില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് നീക്കി വയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ അവൻ ഉദ്ദേശിച്ചത് നന്മയായി രൂപാന്തരപ്പെടുത്താം. ജനനം,
നമ്മുടെ വിദ്യാഭ്യാസം, വിവാഹം, ജോലി, വീട്, കച്ചവടം, അങ്ങനെ തുടങ്ങി എന്തൊക്കെയാണോ ഒരുപാടുണ്ട് ജീവിതത്തിൽ. ഇതൊക്കെ ആകസ്മികത്വം നിറഞ്ഞതാണ്. നമ്മൾ പോലും അറിയാതെയാണ് ഒരേ കാര്യം ഉണ്ടാവുക. വീടും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ നമുക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക്. കാരണം എല്ലാം ഒരുക്കി വെച്ചിട്ട് എഞ്ചിനീയറെ ഏൽപ്പിച്ച് കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണ്. പിന്നെ താക്കോല് മേടിച്ച് താമസിക്കാനാണ് വന്നത്. മുൻപ് അങ്ങനെയല്ല. 5ഉം 8ഉം പ്രാവശ്യമൊക്കെ കട്ടിലേം ഞെല്ലേയും മണത് വെച്ചിട്ട് അത് വിൽക്കും. തറയും പൊളിച്ചിട്ട് ആ കല്ലും വിൽക്കും. അങ്ങനെ 5ഓ 6ഓ പ്രാവശ്യമൊക്കെ കഴിയുമ്പോഴൊരു വീടുണ്ടാകണത്. അത് മനസ്സിലാകുമോ ഇല്ലയോ നിങ്ങൾക്കൊക്കെ? അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. വിവാഹം അങ്ങനെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഖലാ അനുകൂലമായി നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. അതിൽ പ്രധാനമാണ് രോഗം. ഞാൻ അത് വിവരിക്കുകയല്ല, ഇനി സമയം കുറവാണ്. അള്ളാഹു അവന്റെ നിശ്ചയം അത് നല്ല നിലയിൽ നാം ഓരോരുത്തരുടെ മേലും അള്ളാഹു നിശ്ചയിക്കുകയും എല്ലാ ദോഷവശങ്ങളെയും അവൻ പരിവർത്തിപ്പിച്ച് നന്മയായി നമ്മിൽ നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. ലൈലത്തുൽ ഖദറും അതിന്റെ ഫളിലുകളും ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ യാ കരീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. نجنا مما نخاف ونحذر رب ارحمهما كما ربياني صغيرا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.